ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മുട്ട വെച്ച് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. എഗ് ഫിംഗർ തയ്യാറാക്കുന്നതിനായിട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 മുട്ടയും പൊട്ടിച്ച് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിയില. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. മുട്ട മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു റിങ് അതിന് മേളിലായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി ഇതിന് മേളിൽ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം വെക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഒരു പാത്രം കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം. അതിനുശേഷം മറ്റേ പാത്രം മൂടി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അതൊന്ന് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിയില, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്. ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് മാവും കൂടെ തയ്യാറാക്കി വെക്കാം. 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മുട്ട എന്ത് പരുവായി നോക്കാം. മുട്ട എല്ലാം നല്ല വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. നമുക്ക് ഈ മുട്ടയുടെ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നമുക്ക് ഒരു പാത്രം വെച്ച് മൂടിയിട്ട് നമ്മുടെ മുട്ട തയ്യാറായിട്ടുണ്ട്. ഇനി മുട്ട കട്ട് ചെയ്തെടുക്കാം, വളരെ ചെറിയ പീസായിട്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. മുട്ടയെല്ലാം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ ഓരോ പീസും നമുക്ക് ഈ മാവില് ആദ്യം മുക്കിയെടുക്കാം. അതിനുശേഷം മുട്ടയില്, അതിനുശേഷം ബ്രെഡ് ക്രംസില്, വീണ്ടും മുട്ടയിലോട്ട്, വീണ്ടും ബ്രെഡ് ക്രംസില്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിംഗർ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ആണ് ചെയ്യാനുള്ളത്. ഇനി ഈ ഫിംഗേഴ്സ് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ എഗ് ഫിംഗേഴ്സും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ച് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എല്ലാ സൈഡും ഫ്രൈ ആയി കിട്ടണം. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ പാകമായിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് മാറ്റാം. കണ്ടോ, നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എഗ് ഫിംഗേഴ്സ് തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി നമുക്ക് കാണാം.